നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി യുവാക്കളെ സഹായിക്കണം. മാങ്കോട് കോട്ടൂർ കാപ്പുകാട് ഞായറാഴ്ച വൈകിട്ട് ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ അമ്പൂരി കൊമ്പൈ ആറ്റരികത്ത് വീട്ടിൽ 28 വയസ്സുള്ള ചന്ദ്രബാബു, ചോനമ്പാറ സ്വദേശി 24 വയസ്സുള്ള പ്രണവ് എന്നിവരെ ആശുപത്രിയിൽ സന്ദർശിച്ച് CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ചികിത്സാ സഹായവും കുടുംബത്തിന് ധനസഹായവും ഉറപ്പാക്കണമെന്നും ആദിവാസി കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചന്ദ്രബാബുവിന് കാൽപാദത്ത് 20ഓളം തുന്നലുണ്ട്. പ്രണവിന്റെ അരയ്ക്ക് താഴെയാണ് മുറിവേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദിവാസി യുവാക്കൾ നിലവിൽ ആരനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സയിലുള്ളത്. ജില്ലാ സെക്രട്ടറിയോടൊപ്പം CPI അരുവിക്കര മണ്ഡലം സെക്രട്ടറി MS റഷീദ്, ജില്ലാ കൗൺസിൽ അംഗം ഈഞ്ചപ്പുരി സന്തു, വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R പ്രസന്നകുമാരി, ഉഴമലക്കൽ ശേഖരൻ, കൃഷ്ണകുമാർ VS, ഷമീം പുളിമൂട്, സന്ദീപ് ഉഴമലക്കൽ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ഹരിസുധൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം നിമിത്തം ഗുരുതരമായ പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങൾ, നല്ലൊരു ഭാഗം ആളുകൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഒരു കൃഷിയും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കൃഷി ചെയ്താൽ കുരങ്ങ്, അതുപോലെ തന്നെ പന്നി, കാട്ടുപന്നി, മയില് ഇവ അത് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ നശിപ്പിച്ചു കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നുണ്ട്. ഒരു വശത്ത് കാർഷിക മേഖലയെ തകർക്കുന്ന സമീപനമാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം നിമിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സ്വൈരമായി പുറത്തിറങ്ങി നടക്കാൻ നിവർത്തിയില്ല. സ്ത്രീകൾക്ക് സ്വൈരമായി പോകാൻ നിവർത്തിയില്ല. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുൾപ്പെടെ ഉള്ള നിരവധി ആളുകൾ ഇതിനകം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകളേറ്റ് വിവിധങ്ങളായ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിക്കുക. തെറിച്ചു വീഴുന്നവർക്ക് ഗുരുതരമായ പരിക്കാണ്. മാസവും ആശുപത്രിയിലും വീടിലുമായി അവർ കഴിയേണ്ട സ്ഥിതിയാണ്. കാട്ടാനയുടെ ആക്രമണം വീണ്ടും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം കാപ്പുകാട്ടിനടുത്ത് ഒരു ചെറുപ്പക്കാരനെ, 2 ചെറുപ്പക്കാരെ കാട്ടാന ആക്രമിച്ചു. അവർ പ്രാണരക്ഷാർത്ഥം ബൈക്കിൽ വരികയായിരുന്ന അവരെ കാട്ടാന ആക്രമിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അതിലൊരാൾ ഗുരുതരമായ പരിക്കുകളുമായി ആര്യനാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർച്ചയായി കല്ലാർ, അതുപോലെ തന്നെ ഈ വിതുര ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് വെള്ളറട, അമ്പൂരി വരെയുള്ള പ്രദേശങ്ങളിൽ മലയോര മേഖലയിൽ തുടർച്ചയായി കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തെ ഭയന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൃഷിനാശം സംഭവിച്ചവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നില്ല സമയത്ത്. കൃഷി ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടുപോകുന്നതല്ലാതെ നഷ്ടപരിഹാരം കൃഷി നശിച്ചവർക്ക് നൽകുന്നില്ല. ഈ അപകടങ്ങളിൽ ഗുരുതരമായ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവർക്ക്
5 നയാ പൈസയുടെ സഹായം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പല സംഭവങ്ങളിലും തിരിഞ്ഞു നോക്കുന്നില്ല. 2-3 മാസമാണ് ഈ കൂലിവേലയ്ക്കൊക്കെ പോകുന്നവരാണ് ഈ പാവപ്പെട്ട ആളുകൾ. ജോലിക്ക് പോകാൻ കഴിയാതെ മൃതപ്രായരായി ഒരേ ശയ്യയിൽ കിടക്കേണ്ടി വരുന്നു, ആശുപത്രിയിലും പിന്നെ വീട്ടിലും. ഈ കാലയളവിൽ സർക്കാർ ആവശ്യമായിട്ടുള്ള സമാശ്വാസ സഹായം, അടിയന്തര സഹായം ഈ പരിക്കേറ്റുന്നവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ മുൻകാലങ്ങളിൽ ഗവൺമെൻറ്റുകൾ ഗൗരവമായി നടത്തി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല.